ഇവിടെ ചിക്കൻ കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഒന്നിൻ്റെ പകുതി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുപോലെ കറിവേപ്പിലയും മല്ലിയിലയും ഓരോ തൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒക്കെ എടുക്കുന്നതിന് ഇത്ര ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഈ ഒരു ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചിക്കനും ഉരുളൻകിഴങ്ങും കൂടെ മിക്സിയിലൊന്ന് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മളെ ചിക്കനും ഉരുളൻകിഴങ്ങും കൂടെ ഇവിടെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, ഉപ്പും ഇട്ട് വേവിച്ചതാണ്. ഉരുളൻകിഴങ്ങും ചിക്കനും ഉപ്പിട്ട് വേവിച്ചതാണ്. ഇതിലേക്ക് അരിഞ്ഞ സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം തന്നെ കൈ കൊണ്ടൊന്ന് നല്ലതുപോലെ ഞെരടി യോജിപ്പിക്കാം. അങ്ങനെ ഞെരടി യോജിപ്പിച്ച ഇത് നമുക്കിനി ചെറിയ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ എല്ലാം ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ റവ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് നോക്കാം. ഈ ഉരുളകൾ ഇങ്ങനെ കൈ വെച്ച് പരത്തിയതിന് ശേഷം ഈ റവയിലൊന്ന് മുക്കി, നമ്മൾ ഉരുളൻകിഴങ്ങും ചിക്കനും വേവിച്ചതാണ്, ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ടാണ് ഉപ്പിടാഞ്ഞത്. ചെറുതായിട്ട് ഈ തീയൊന്ന് കൂട്ടി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുത്ത് ഈ എണ്ണയിലോട്ട് വെച്ച് കൊടുക്കാം. എണ്ണ ഞാൻ അതിന് മുമ്പേ അടുപ്പത്ത് വെച്ചിരുന്നു. ഈ റവയിൽ മുക്കാതെ ഇടാം. നമ്മൾ ആ റവയിൽ മുക്കി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനി മുരിഞ്ഞ് വരണം. അപ്പോഴേക്കും നമുക്ക് ഈ കട്ട്ലറ്റ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴും നമ്മൾ കട്ട്ലറ്റ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. അതിനി ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ വെളുത്തിരിക്കുന്നത് റവയുടേതാണ്. നല്ലപോലെ മൂത്തിട്ടുണ്ട്. അത് അരിവൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ കട്ട്ലറ്റെല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ കട്ട്ലറ്റാണ്. ഒരു പ്രാവശ്യം ഓരോരുത്തർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നും ഉണ്ടാക്കും. ചിക്കൻ വയ്ക്കുന്ന ദിവസം അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി ഒരു ഉരുളൻകിഴങ്ങും വേവിച്ച് കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. എന്നും ഇപ്പം കട്ട്ലറ്റൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും ഒന്നും. അപ്പോൾ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ റവ ചേർക്കണ്ട, റവ ചേർത്തില്ലേലും ഒന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ കഴിക്കുന്നതിന് ചവയ്ക്കുന്നതിന് വേണ്ടി റവ ചേർത്തന്നേ ഉള്ളൂ. ഇപ്പോഴെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും.